നിലനിൽക്കുന്ന നിക്ഷേപം, സന്തോഷം, സമാധാനം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൽ മാത്രം കണ്ടെത്തുന്നതാണ്. അപ്പോൾ യഥാർത്ഥ സമ്പത്ത്, ആത്മീയ സമ്പത്തെന്ന് മറ്റൊരു വാക്കിൽ അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്വന്തമാക്കുന്ന തന്നെയാണ്. സുവിശേഷ പ്രതി ഒന്നും സഹിച്ചിട്ടില്ല. ആകെ സഹിച്ചത് കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രം കുറെ സഹിച്ചിട്ടുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് പ്രതിഫലമില്ലെന്ന് പ്രായാധിക്യത്തിൽ പലരും മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി സഹിക്കുകയും മരിക്കുകയും കാൽവരിയിൽ അവസാനത്തുള്ള രക്തവും ചിന്തി എന്നെ സ്നേഹിക്കുകയും ചെയ്ത എന്റെ കർത്താവിന് വേണ്ടി ഞാനെടുത്ത സഹനമാണ് എന്നെ ആത്മീയ സമ്പന്നനാക്കുന്നത്. അതാണ് പൗലോസിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ് ഭൗതിക സമ്പത്തിനെയും ആത്മീയ സമ്പത്തിനെയും വേർതിരിച്ച് കാണാനും പറ്റുന്നതും ആത്മീയ സമ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ, നിലനിൽക്കുന്നവയ്ക്ക് വേണ്ടി, നിത്യതയോളം നിലനിൽക്കുന്നവയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ള ഒരു ധൈര്യവും ഒരു ബലവും ഒരു കൃപയൊക്കെ നമ്മളിൽ നിറയുന്ന അനുഭവം ഉണ്ടാകുന്നത്.